ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കാണ് പഠിച്ചത്. ഇനി നമുക്ക് ക്യാഷ് ബുക്കിൻ്റെ അടുത്ത ടൈപ്പായിട്ടുള്ള പെറ്റി ക്യാഷ് ബുക്കാണ് പഠിക്കാനുള്ളത്. പെറ്റി ക്യാഷ് ബുക്കാണ്. പെറ്റി ക്യാഷ് ബുക്ക്, ദിസ് ബുക്ക് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സ് വിച്ച് ആർ ടു സ്മോൾ to be paid by checks. Such expenses include carriage, cartage, postage, conveyance, etc. Such expenses can only be conveniently paid in cash. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ എമൗണ്ടിലുള്ള ഒരു എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ സ്റ്റേഷനറി ഐറ്റംസുകൾ വാങ്ങിയിട്ടുണ്ടായിരിക്കാം, പോസ്റ്റൽ ചാർജസിന് വേണ്ടി സ്റ്റാമ്പുകൾ വാങ്ങിക്കാം. അപ്പോൾ ഇതൊക്കെ എന്താണ്, ചെറിയ എമൗണ്ടുകളുടെ ഒരു ചിലവുകളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം ചെറിയ എമൗണ്ടുകളുടെ ചിലവുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ഇത് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? ചെറിയ ചെറിയ എമൗണ്ടുകൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചിലവാകുന്ന ചെറിയ ചെറിയ എമൗണ്ടുകളുടെ ചിലവുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് സ്ഥാപനങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സ് ആണ് ഏതെന്ന് പറയുന്നത്, പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് യൂഷ്വലി മെയിൻറ്റൈൻഡ് അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം. ഇത് മറക്കരുത്, ഏത് സിസ്റ്റമാണ്? ഇംപ്രസ്ഡ് സിസ്റ്റം പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഈ പെറ്റി ക്യാഷ് ബുക്ക് ഒരു സ്ഥാപനത്തിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി എന്താണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്നുള്ളതാണ്. അതായത് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഒരു പെറ്റി കാഷ്യർ ഉണ്ടായിരിക്കും. അതായത് ഞാനിപ്പോൾ ഒരു സ്ഥാപനത്തിലെ ഒരു കാഷ്യറാണ്, പെറ്റി കാഷ്യറാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ ചിലവുകളും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് ഞാനെന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ കാര്യങ്ങളൊക്കെ ഞാനെന്ന് പറയുന്ന അക്കൗണ്ടൻ്റാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, എനിക്ക് എൻ്റെ ഹെഡിലുള്ള മെയിൻ കാഷ്യർ ഒരു 10,000 രൂപയോ 15,000 രൂപയോ എൻ്റെ കയ്യിൽ തരും. ഒരു 10,000 രൂപ എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഫണ്ട് അവർ മെയിൻ കാഷ്യർ എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഫണ്ട് ആരും കൊടുക്കുന്നത്, ഞാനായിരിക്കും കൊടുക്കുന്നത്. എന്നിട്ട് നാളെ എന്ത് ചെയ്യും, ഈ ഒരു ബുക്കിൽ അതൊക്കെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇംപ്രസ്ഡ് സിസ്റ്റം പ്രകാരം മെയിൻ കാഷ്യർ നമ്മുടെ പെറ്റി കാഷ്യർക്ക് എന്ത് ചെയ്യും, അഡ്വാൻസ് ആയിട്ട് തന്നെ കുറച്ച് തുക കൈമാറും. ആ തുകയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൈസ നമ്മൾ എന്ത് ചെയ്യുന്നത്, പെറ്റി കാഷ്യർ ചിലവാക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ആരംഭത്തിൽ തന്നെ ഒരു ഓരോ മാസത്തിൻ്റെയും അല്ലെങ്കിൽ വർഷത്തിൻ്റെയൊക്കെ ആരംഭത്തിൽ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ പെറ്റി കാഷ്യർക്ക് ഒരു തുക, നിശ്ചിത തുക കൈമാറും. നിശ്ചിത തുക ഒരു തുക കൈമാറും. ആ തുകയായിരിക്കും പിന്നെ ആര് ചിലവഴിക്കുന്നത്, പെറ്റി കാഷ്യർ ചിലവഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ചിലവഴിക്കുന്ന കണക്കുകളും കാര്യങ്ങളും നമ്മൾ എവിടെ പ്രിപ്പയർ ചെയ്യും, പെറ്റി ക്യാഷ് ബുക്കിലാണ് എന്ത് ചെയ്യുന്നത്, പെറ്റി കാഷ്യർ പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് ഇംപ്രസ് സിസ്റ്റം എന്ന് പറയുന്നത്. ദ ഫിക്സഡ് പ്രീ ഡിറ്റർമൈൻഡ് മാക്സിമം എമൗണ്ട് വിച്ച് എ പെറ്റി cashier will be allowed to hold at the beginning of each period for meeting petty expenses is known as impressed amount. The system in operation is called the impressed system. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അതിനുള്ള ചെറിയൊരു ജേണൽ എൻട്രി ആണ് ഇവിടെ പറയുന്നത്. വെൻ ചെക്ക് ഈസ് ഇഷ്യൂഡ് ബൈ ദ മെയിൻ കാഷ്യർ ടു ദ പെറ്റി കാഷ്യർ. അതിൻ്റെ ജേണൽ എൻട്രിയാണ്, മെയിൻ കാഷ്യർ പെറ്റി കാഷ്യർക്ക് ക്യാഷ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വരുന്ന ജേണൽ എൻട്രിയാണ് പെറ്റി ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നുള്ള എൻട്രിയാണ് വരുന്നത്. രണ്ടാമത്തേത് ആ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന എക്സ്പെൻസാണിത്, എക്സ്പെൻസസ് അക്കൗണ്ട് അപ്റ്റർ ടു പെറ്റി ക്യാഷ് അക്കൗണ്ട്. ഈ രണ്ട് ജേണൽ എൻട്രീസാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, നമുക്കത് റിലേറ്റ് ചെയ്തുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എൻ്റർ ദ ഫോളോവിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ പെറ്റി ക്യാഷ് ബുക്ക് അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം ഫോർ ദ മന്ത് ഓഫ് ജൂലൈ 2018. 2018 ജൂലൈ മാസത്തിലേക്കുള്ള ഇംപ്രസ്ഡ് സിസ്റ്റം പ്രകാരം എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ട്രാൻസാക്ഷൻസ് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട്
2018 ജൂലൈ 1 തീയതി ക്യാഷ് റിസീവ്ഡ് ഫ്രം ദ ചീഫ് കാഷ്യറുടെ കയ്യിൽ നിന്നും എന്ത് കിട്ടിയിട്ടുണ്ട്? ക്യാഷ് കിട്ടിയിട്ടുണ്ട്. എത്ര രൂപയാണ്? 200 രൂപയാണ്. ദെൻ 2 തീയതി ടൈപ്പിംഗ് പേപ്പർ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 8 രൂപ ചിലവായിട്ടുണ്ട്, ടൈപ്പിംഗ് പേപ്പറിന് വേണ്ടിയിട്ട്. 3 തീയതി പോസ്റ്റേജ് ചാർജസിന് വേണ്ടിയിട്ട് 4 രൂപയാണ് ചിലവായിട്ടുള്ളത്. 6 തീയതി ഓഫീസ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് 4 രൂപ ചിലവായിട്ടുണ്ട്. 7 തീയതി അഗൈൻ പോസ്റ്റേജ് എക്സ്പെൻസസ് ആയിട്ട് 2 രൂപ വന്നിട്ടുണ്ട്. 8 തീയതി വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഓഫീസ് ക്ലീനിങ് ഒന്ന് 2 രൂപ വന്നിട്ടുണ്ട്. 10 തീയതി കാർട്ടേജ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് 2 രൂപ. 15 തീയതി വീണ്ടും പോസ്റ്റേജ് 6 രൂപ. ദെൻ 18 തീയതി ഇങ്ക് ആൻഡ് ടൈപ്പിംഗ് പേപ്പറാണ്. ഇങ്കും ടൈപ്പിംഗ് പേപ്പറും കൂടെ വാങ്ങിയിട്ടുണ്ട്, 13 രൂപയായി. 19 തീയതി ടൈപ്പ് റൈറ്റർ റിബണാണ് 10 രൂപ. ദെൻ 22 തീയതി ടെലിഫോൺ ചാർജസ് 9 രൂപ. 24 തീയതി ഓഫീസ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് 8 രൂപ. 26 തീയതി നൈൽസ് പോളിഷ് എക്സെട്ര ആണ് ഇതൊക്കെ വാങ്ങിയിട്ടുള്ളതാണ്, 21 രൂപ. 27 തീയതി ടെലിഗ്രാംസിന് വേണ്ടിയിട്ട് 24 രൂപ ചിലവായിട്ടുണ്ട്. 29 തീയതി പേപ്പർ, പെൻസിൽ, പെന്ന് എക്സെട്ര അതിന് വേണ്ടിയിട്ട് 31 രൂപയും ചിലവായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ പെറ്റി ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഒരു ഫോമാറ്റ് തന്നിട്ടുണ്ട്. ഫോമാറ്റല്ല, അതിൻ്റെ സൊല്യൂഷൻ ചെയ്തിട്ടുള്ള ഇത് തന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കോളം ക്രിയേഷൻ എങ്ങനെ ചെയ്തതെന്ന് നോക്കാം. 2 സൈഡ് ഉണ്ടായിരിക്കും, ഡെബിറ്റ് സൈഡ് ഉണ്ടായിരിക്കും, ക്രെഡിറ്റ് സൈഡ് ഉണ്ടായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഏതൊരു അടിച്ചറിനും. ദെൻ അവിടെ ഫസ്റ്റ് കോളം കണ്ട എമൗണ്ട് റിസീവ്ഡ് ആണ്. ആ ഒരു സ്പേസിലാണ് നമുക്ക് ഓരോ മാസങ്ങളിലും കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഓരോ സ്റ്റാർട്ടിംഗ് പീരീഡിൽ കിട്ടിയിട്ടുള്ള എമൗണ്ട് നമ്മൾ ഇവിടെയാണ് നമ്മൾ എഴുതേണ്ടത്. എമൗണ്ട് റിസീവ്ഡ് കണ്ടോ. ദെൻ സെക്കൻഡ് കോളം വരുന്നത് ഡേറ്റ് ആണ്. ഡേറ്റ് കോളത്തിൽ നമ്മൾ ഡേറ്റ് എഴുതണം. ദെൻ തേർഡ് കോളം പെർട്ടിക്കുലേഴ്സ് കോളമാണ്, അതിലാണ് നമ്മൾ ഓരോ ഐറ്റങ്ങളും എഴുതേണ്ടത്. ദെൻ വൗച്ചർ നോട്ട് നമ്പേഴ്സ് ആണ്. ദെൻ നെക്സ്റ്റ് കോൾ വരുന്നത് ടോട്ടൽ പേയ്മെൻറ്റ്സ് കോളാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മളിവിടെ നമുക്ക് ഒരുപാട് ഐറ്റംസ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഐറ്റംസ് എല്ലാം കൂടെ ഇപ്പോൾ നമുക്ക് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യിക്കാൻ ഇങ്ങനെ ഓരോ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും? ഒരു കോമൺ ഹെഡിങ് ആയിട്ട് മാറുന്നുണ്ട്. കോമൺ ഐറ്റംസ് എന്ത് ചെയ്യും? കോമൺ ആയിട്ടുള്ള ഹെഡിങ്ങിൽ വരുന്ന ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ ആ ഒരു അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്? എമൗണ്ട് ചേർക്കുക. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് വരുന്ന ഹെഡിങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി ആണ്, ദെൻ പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാംസ് ആണ്, ഓഫീസ് എക്സ്പെൻസസ്, കാർട്ടേജ്, ടെലിഫോൺ എക്സ്പെൻസസ്, ദെൻ മറ്റുള്ള മിസ്സലേനിയസ് എക്സ്പെൻസസ്. അപ്പോൾ ഇത്രയും ടൈപ്പ് കോളംസ് ആണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്രയും ഹെഡിലെ കോളംസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് പ്രകാരം താഴേക്ക് ഓരോ ഐറ്റംസ് ഇങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് ഈ പറയുന്ന ഓരോ ഹെഡിൽ ഏതിലാണ് വരുന്നത് എന്ന് നോക്കാം. അതിലേക്കാണ് ഐറ്റം നമ്മൾ എമൗണ്ട് എഴുതേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 2018 ജൂലൈ 1 തീയതി ക്യാഷ് റിസീവ്ഡ് ഫ്രം ദ ചീഫ് കാഷ്യറാണ് 200 രൂപ. ചീഫ് കാഷ്യറുടെ അടുത്ത് നിന്നും 200 രൂപ വാങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കേട്ടോ, ഇവിടെയാണ് നമ്മൾ എമൗണ്ട് റിസീവ്ഡ് കോളം എമൗണ്ട് കാണിക്കേണ്ടത്. 2018 ജൂലൈ 1 ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 200 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അവിടെയാണ് നമ്മൾ എമൗണ്ട് റിസീവ് ചെയ്തത് കാണിക്കേണ്ടത് ആ ഒരു സൈഡിൽ. പിന്നെ 2 തീയതി എന്താണ്? നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആൻസർ വീഡിയോ നോക്കുക. 2 തീയതി ടൈപ്പിംഗ് പേപ്പറിന് വേണ്ടിയിട്ട് 8 രൂപ ചിലവാക്കിയിട്ടുണ്ട്. ടൈപ്പിംഗ് പേപ്പറിന് വേണ്ടിയിട്ട് 8 രൂപ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ടൈപ്പിംഗ് പേപ്പർ 2 തീയതി കണ്ടോ, ഇവിടെ പാർട്ടിക്കുലേഴ്സിൽ ഡേറ്റ് 2 തീയതി ഇട്ടിട്ടുണ്ട്. പാർട്ടിക്കുലേഴ്സിൽ ടൈപ്പിംഗ് പേപ്പർ എന്ന് ടൈപ്പ് ചെയ്തു എഴുതിയിട്ടുണ്ട്. ദെൻ ടോട്ടൽ പേയ്മെൻറ്റ്സിൽ നമ്മൾ ഓരോ എത്ര രൂപയാണ് ചിലവായിട്ടുള്ളത്? 8 രൂപയാണ് ചിലവായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 8 രൂപ ഇവിടെ മൊത്തം എഴുതാനായിട്ടില്ല, പക്ഷേ നമുക്ക് ആ ഒരു ഡേറ്റിലുള്ള എമൗണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ടോട്ടൽ എമൗണ്ടായിട്ട് ടോട്ടൽ പേയ്മെൻ്റ് ആയിട്ട് 8 രൂപയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ 8 രൂപ എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഐറ്റത്തിൽ എന്ത് ചെയ്യണം? അതിനെ പോസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ടൈപ്പിംഗ് റേറ്റിന് 8 രൂപയാണ് ചിലവായിട്ട്. ടൈപ്പിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ പേപ്പർ എന്താണ്? സ്റ്റേഷനറി ഐറ്റംസ് ആണല്ലേ. സ്റ്റേഷനറി ഐറ്റമാണ് ടൈപ്പിംഗ് പേപ്പർ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ സ്റ്റേഷനറിന് ഹെഡിലാണ് നമ്മളതിനെ കാണിച്ചിട്ടുള്ളത്. 8 രൂപ അവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ 3 തീയതി എന്താണ്? പോസ്റ്റേജ് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. പോസ്റ്റേജിന് വേണ്ടിയിട്ട് എന്താ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് 3 തീയതി 4 രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത്. അപ്പോൾ 3 തീയതി കണ്ടോ, പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം എന്ന കോളത്തിലാണ് 4 രൂപ നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 4 രൂപയാണ്. ഓക്കെ, പിന്നെ അടുത്ത് പറയുന്ന 6 തീയതി ഓഫീസ് ക്ലീനിങ് ആണ്. ഓഫീസ് ക്ലീനിങ് എന്താണ്? ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ഓഫീസ് എക്സ്പെൻസസ് എന്ന് പറയുന്ന ഹെഡിങ്ങിലാണ് വരുന്നത്. അപ്പോൾ അവിടെ 4 രൂപ ചിലവായിട്ടുണ്ട്. ആ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ടോട്ടൽ പേയ്മെൻറ്റ് 4 രൂപയാണ്.
7-ാം തീയതി അഗൈൻ പോസ്റ്റേജ് ആണ്. പോസ്റ്റേജ് 2 രൂപയാണ് വന്നിട്ടുള്ളത് ടോട്ടൽ പേയ്മെൻറ്റ്. ആ 2 രൂപ ഇവിടെ നമ്മൾ കാണിക്കേണ്ടത് പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാംസിലാണ് കാണിക്കേണ്ടത് അല്ലേ. പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാംസ് എന്ന ഹെഡിങ്ങിലാണ് കാണിക്കുക. 2 രൂപ കാണിച്ചു. ടോട്ടൽ 2 രൂപ. ദെൻ 8-ാം തീയതി അഗൈൻ ഓഫീസ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് 2 രൂപ ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 8-ാം തീയതി ഓഫീസ് ക്ലീനിങ് ടോട്ടൽ പേയ്മെൻറ്റ് 2 രൂപയാണ്. ഇവിടെ ഓഫീസ് എക്സ്പെൻസസിൽ 2 രൂപ വീണ്ടും വന്നിട്ടുണ്ട്. പിന്നെ പറയുന്നത് 10-ാം തീയതി കാർട്ടേജ് ചിലവാണ്, കൂലിയാണെന്നുള്ള പറയുന്നത് കാർട്ടേജ് ചിലവാണ്. അപ്പോൾ കാർട്ടേജ് വരുന്നത് 10 രൂപയാണ്, 2 രൂപയാണ് ചിലവ് വരുന്നത്. അപ്പോൾ കാർട്ടേജിന് വേണ്ടി 2 രൂപയാണ് എക്സ്പെൻസ് ആയിട്ടുള്ളത്. അത് നമ്മൾ കാർട്ടേജ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് കോളം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാർട്ടേജ് എന്ന് പറഞ്ഞിട്ട് 2 രൂപ അതിൻ്റെ അവിടെ കാണിച്ചിട്ടുണ്ട്, 2 രൂപ. പിന്നെ അടുത്തത് 15-ാം തീയതിയാണ്. 15-ാം തീയതി പോസ്റ്റേജ് എക്സ്പെൻസ് ആണ്. പോസ്റ്റേജ് എന്ന് എഴുതാം. നമ്മൾ കണ്ടില്ലേ ഇവിടെ ഏത് ട്രാൻസാക്ഷനാണ് നടക്കുന്നത് ആ ഐറ്റത്തിൻ്റെ പേരാണ് ഇവിടെ ഇതിൻ്റെ പർട്ടിക്കുലേഴ്സിൽ. ഓക്കെ, 15-ാം തീയതി പോസ്റ്റേജ് ആണ്. പോസ്റ്റേജ് എവിടെയാണ്? പോസ്റ്റേജ് ആണ് ടെലിഗ്രാം എന്ന കോളത്തിലാണ് വരുന്നത് അല്ലേ. 6 രൂപ ഇവിടെ എഴുതി. ടോട്ടൽ 6 രൂപയാണ്. ദെൻ ഇങ്ക് ടൈപ്പിംഗ് പേപ്പറാണ് 18-ാം തീയതി. അത് സ്റ്റേഷനറി എക്സ്പെൻസ് ആണ് അല്ലേ. സ്റ്റേഷനറി എക്സ്പെൻസിൽ 13 രൂപ ഇട്ടിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ 13 രൂപ. ദെൻ അടുത്ത ടൈപ്പ് റൈറ്റർ റിബണാണ്. ടൈപ്പ് റൈറ്റർ റിബൺ എത്രയാണ്? 10 രൂപ. അതും എന്താണ് സ്റ്റേഷനറി എക്സ്പെൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം 10 രൂപ വന്നു സ്റ്റേഷനറിയിൽ. ടോട്ടൽ എമൗണ്ട് 10 രൂപ. ദെൻ 22-ാം തീയതി ടെലിഫോൺ ചാർജസ് ആണ്. ടെലിഫോൺ ചാർജസ് എത്രയാണ് വരുന്നത്? 9 രൂപയാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഹെഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ടെലിഫോൺ ചാർജസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ടെലിഫോൺ എക്സ്പെൻസസ്. ഇപ്പോൾ ഒരു 9 രൂപ നമ്മളവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ 24-ാം തീയതി ക്ലീനിങ്, ഓഫീസ് ക്ലീനിങ് ആണ്. ഓഫീസ് ക്ലീനിങ്ങിൻ്റെ അക്കൗണ്ട് എവിടെയാണ്? എന്താണ് ഓഫീസ് എക്സ്പെൻസസ് 8 രൂപയാണ്. ടോട്ടൽ 8 രൂപ. ദെൻ നെയിൽസ് പോളിഷ് എക്സെട്ര, ആണിയും പോളിഷുമായിട്ടുള്ള ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിയതാണ്. അത് 21 രൂപയാണ് നമുക്ക് ചിലവായിട്ട് അല്ലേ. 21 രൂപ. അതിപ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയിൽ അവിടെ കൊടുത്തുള്ളത്? സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം, പോസ്റ്റേജ് ടെലിഗ്രാംസിലും എല്ലാം, ഓഫീസ് എക്സ്പെൻസിലും എല്ലാം. അപ്പോൾ അവസാനമായിട്ടുള്ള മിസ്ലൈനിയസ് എക്സ്പെൻസസിലാണ് ആ ഒരു 21 രൂപ കാണിച്ചിട്ടുള്ളത്. 21 രൂപ ഇവിടെ കാണിച്ചു. ടോട്ടൽ 21 രൂപയാണ്. ദെൻ 27-ാം തീയതി ടെലിഗ്രാംസ് ആണ്. ടെലിഗ്രാംസ് അവിടെ കാണിച്ചുള്ളത് ടോട്ടൽ പേയ്മെൻറ്റിൽ 24 നമുക്കറിയാം. പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം എന്നുള്ള കോളമുണ്ട്, 24 രൂപയുണ്ട്. അടുത്തത് പേപ്പർ പെൻസിൽ പെന്നാണ്. അതോടെ തീർച്ചയായിട്ടും സ്റ്റേഷനറി ഐറ്റംസിലാണ് വരിക. സ്റ്റേഷനറിയിൽ 31 രൂപ. ടോട്ടൽ 31 രൂപ. അപ്പോൾ ഇത്ര ഐറ്റംസാണ് അവിടെ വരുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഹെഡും നമ്മൾ ടോട്ടൽ ചെയ്യാം. സ്റ്റേഷനറിൻ്റെ കോളം ടോട്ടൽ ചെയ്യാം. ഇത് മൊത്തം ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 62 കിട്ടും. പോസ്റ്റേജ് ടെലിഗ്രാം 36, ഓഫീസ് എക്സ്പെൻസസ് 14, കാർട്ടേജ് 2, ദെൻ ടോട്ടൽ ടെലിഫോൺ എക്സ്പെൻസസ് 9, മിസ്ലേനിയസ് വന്നിട്ട് 21 രൂപ. അപ്പോൾ ആ ടോട്ടൽ ചിലവ് പറയുന്നത് 144 രൂപയാണ് വന്നിട്ടുള്ളത്. 144 രൂപയാണ് എക്സ്പെൻസസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 144 നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കറിയാം നമുക്ക് ആകെ തന്ന പൈസ എത്രയാണ്? കയ്യിൽ ക്യാഷ്യർ തന്നത് 200 രൂപയാണ് അല്ലേ. അപ്പോൾ എത്ര ബാലൻസ് ഉണ്ട്? ആ 200 നിന്ന് 144 കുറച്ച് കഴിഞ്ഞാൽ 56 രൂപയാണ് നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടുന്നത്. ഇവിടെ കണ്ടോ, 31-ാം തീയതി ബാലൻസ് C/D 56 രൂപയാണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ചെയ്യുമ്പം 200 രൂപ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി അടുത്ത മാസത്തേക്ക് ജൂലൈത്തല്ല നമ്മൾ പ്രിപ്പയർ ചെയ്ത്. അപ്പോൾ ഓഗസ്റ്റ് മാസത്തേക്ക് എത്ര ഉണ്ട് ഓപ്പണിംഗ് ബാലൻസ്? ഉണ്ടോ, ഓഗസ്റ്റ് 1-ന് ബാലൻസ് B/D എത്ര ഉണ്ട്? 156 രൂപയാണ് നമുക്ക് ഇനി ബാലൻസ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്.